ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഒരു 9 മാസത്തെ ജേർണി കഴിഞ്ഞിട്ട് ഏകദേശം 37 വീക്സ് ഇന്ന് 37 ആയപ്പോ വരാൻ പറഞ്ഞു. ഷുഗർ ഇച്ചിരി കൂടുതലായതുകൊണ്ട് അപ്പൊ എല്ലാവരും ഷുഗർ കൺട്രോൾ ഒക്കെ പ്രഗ്നൻസിയിൽ നല്ലപോലെ നോക്കണം. ഇവിടെ പ്രത്യേകിച്ച് ദുബായില് കംപ്ലീറ്റ് കൺട്രോൾഡ് ആയിരിക്കണം. ഇപ്പൊ ഒരു 99 ഫാസ്റ്റിംഗ് കാണിക്കുന്നെങ്കിൽ പോലും അവർ സമ്മതിക്കില്ല. അത് അവര് റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അവർക്ക് മദറിന്റെയും ബേബിയുടെയും ഹെൽത്ത് ഈക്വലി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമ്മളോട് 7 മണിയാകുമ്പോൾ ചെല്ലാൻ പറഞ്ഞു. ചെറുതായിട്ട് ഒരു ബേബി ബാഗ് പാക്കിംഗ് കാണിക്കാന്ന് വിചാരിച്ചു. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വേണ്ട സാധനങ്ങൾ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഉണ്ടാക്കിയ ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു ഫയലാണ്, നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയും. ഇതിലിപ്പോ ഞാനാകെ വെച്ചിരിക്കുന്നത് ഒരു ആന്റിനേറ്റൽ കാർഡ് ഉണ്ട്. നമുക്കിവിടെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതല് നമ്മൾ എത്ര വീക്സ് ആയി, ഓരോ വീക്സിലും നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തു, നമ്മുടെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് എന്തായിരുന്നു, ഒരു ചെറിയൊരു കൺക്ലൂഷൻ അവർ എഴുതി തരും. അപ്പൊ ഇപ്പം എമർജൻസി ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് വേറെ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഈ കാർഡ് നോക്കുമ്പോൾ അവർക്കറിയാം ഓരോ വീക്സിലും ഉള്ള ഇമ്പ്രൂവ്മെന്റ് എന്തായിരുന്നു എന്നുള്ളത്. ഇങ്ങനെ ഓരോരോ കോളംസ് ഉണ്ട്, അതെല്ലാം അവരിങ്ങനെ ഫില്ല് ചെയ്ത് തരും. അപ്പൊ ഈ കാർഡ് നമ്മള് എപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും ഈ കാർഡ് കൊണ്ടുപോകും. കാരണം എന്തെങ്കിലും ഒരു എമർജൻസി പെട്ടെന്ന് നമുക്ക് പോകേണ്ടി വന്നാൽ അത് അവരെ ആ കാർഡ് കാണിച്ചാൽ മതി. പിന്നെ ഇത് ഞാനൊരു ഡയബറ്റിക് എന്ന് പറയാൻ പറ്റത്തില്ല, ഓൺ ഡയറ്റ് കൺട്രോളിലായിരുന്ന ആളാണ്. അതുകൊണ്ട് നമ്മുടെ ഷുഗറിന്റെ ചാർട്ടാണ്. ഇതുവരെ നമ്മൾ എപ്പോഴൊക്കെ ഷുഗർ ചെക്ക് ചെയ്യുന്നോ അത് മെൻഷൻ ചെയ്യണം നമ്മള്. പിന്നെ ഉള്ളത് ഇവിടെ ആണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നാട്ടിലാണെങ്കിൽ നമ്മുടെ എല്ലാ സ്കാനിങ്ങിന്റെ ഓരോ മാസം നമ്മൾ ചെയ്ത സ്കാനിങ്ങുകൾ, ബ്ലഡ് ടെസ്റ്റ്, അതിന്റെ ഒക്കെ റിപ്പോർട്ടുകൾ വേണം. ഞാനിപ്പോ ഇവിടെ ആയതുകൊണ്ട്, ദുബായിലായതുകൊണ്ട് നമുക്ക് സിസ്റ്റത്തിൽ എല്ലാം കിട്ടും. നമ്മൾ എന്ന് അഡ്മിറ്റ് ആയോ അന്ന് അതേവരെ അതുവരെ 9 മാസം നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ടെസ്റ്റിന്റെ റിപ്പോർട്ടും നമുക്ക് കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. അപ്പൊ അത് എടുത്തു വെക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ചൊരു സാധനമാണ് നമ്മുടെ റിസീവിംഗ് ബ്ലാങ്കറ്റ് എന്ന് പറയും. അതൊരു ഇച്ചിരി കട്ടിയുള്ള ഒരു നല്ല ക്ലോത്തിന്റെ ഇങ്ങനെ ഹുഡി പോലെ വരുന്ന, ഇതാകുമ്പോൾ സ്റ്റിക്കറൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഇത് നമ്മൾ ഏറ്റവും ഔട്ടർ കവറിംഗ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മള് പിങ്ക് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ബേബി ഗേൾ ആയാലും ബേബി ബോയ് ആയാലും നമ്മൾ ആർക്ക് വേണേലും യൂസ് ചെയ്യാം. അതുകൊണ്ട് ന്യൂട്രൽ ഒരു കളറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, വെള്ള. ഇതും സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ബേബി പ്രോഡക്ട്സ് എല്ലാം ഏകദേശം വാങ്ങിച്ചിരിക്കുന്നത് ബേബി ഷോപ്പിൽ നിന്നാണ്. ഇവിടെ സിറ്റി സെന്റർ ഷാർജ ബേബി ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല ക്ലോത്തും നല്ല മെറ്റീരിയൽസും ആണ് ക്യാരിഫോർ അല്ല, നമ്മുടെ ബേബി ഷോപ്പുകാർ നല്ല നല്ല പ്രൊഡക്ട്സ് ആണ് എല്ലാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫ്ലാനൽസ് എന്ന് പറയും. ഇതിപ്പോ സെയിം തന്നെ നമ്മളെ റിസീവിംഗ് ബ്ലാങ്കറ്റ് തന്നെ, അതിന്റെ ഒരു ചെറിയ വേർഷൻ എന്ന് പറയാം. അതിലും കട്ടി കുറഞ്ഞ് ബേബീനെ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞെടുക്കാവുന്ന. പക്ഷെ ഇതിനകത്തും ചെറിയൊരു ഹുഡീസ് പോലെ വരുന്നുണ്ടാവും. വേണ്ട, ഇവിടെ ഹുഡീസ് ഇതിങ്ങനെ നമ്മൾ പൊതിയാൻ വേണ്ടി എടുക്കുന്നതാണ്. എല്ലാം ബേബി ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഫ്ലാനേഴ്സ് തന്നെ ഞാനൊരു 3 എടുത്തിട്ടുണ്ട്, കാരണം ബേബിയെ കവർ ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. പിന്നെ ഇത് ഫ്ലാനേഴ്സ് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ അടുത്ത പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മുസ്ലിം ക്ലോത്ത് എന്ന് പറയും. നാട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കണം പറയുന്നത്. ഇത് കോട്ടന്റെ സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്. കുഞ്ഞിനെ ഫസ്റ്റ്, അതായത് പാമ്പർ ഇടിപ്പിച്ച് ഉടുപ്പിടിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ആദ്യം പൊതിയുന്ന തുണി ഇതാണ് കേട്ടോ. കോട്ടൺ ആണ്, സിമ്പിൾ കോട്ടൺ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ കോട്ടൺ, 100% കോട്ടൺ തുണിയാണ്. അങ്ങനെ മുസ്ലിം ക്ലോത്ത്, മുസ്ലിം ക്ലോത്ത് 3 ഉണ്ട്, എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് ബേബിയുടെ കുഞ്ഞു ഉടുപ്പുകളാണ്. ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും കേട്ടോ. ഇതൊക്കെ നമ്മള് അലക്കി തേച്ച് നല്ല ചൂടത്തിട്ട് അലക്കി തേച്ച് ഉണക്കി എടുത്ത സാധനങ്ങളാണ് കേട്ടോ. ഇതുമെല്ലാം ബേബി ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കാം. ഞാൻ ഒരെണ്ണം ഒന്ന് നിവർത്തി കാണിക്കാം. നമ്മൾ അടുത്തത് ബേബിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അടുത്തതിന് മദറിന് നമ്മൾ എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത്
ഞാൻ മൂന്ന് ഡ്രസ്സിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാല്. കാരണം നമുക്ക് 3 ദിവസമാണ് ഹോസ്പിറ്റലിലെങ്കിൽ 3 ദിവസവും നമ്മൾ ഹോസ്പിറ്റലിന്റെ ഗൗൺ ആയിരിക്കും, ഫ്രണ്ട് ഓപ്പൺ ഉള്ള ഗൗൺ തന്നെയായിരിക്കും നമുക്കുള്ളത്. കാരണം ഫീഡിങ്ങിന് എളുപ്പമായിട്ടുള്ളത്. എന്നാലും നമ്മൾ ചിലപ്പോൾ ഇനി അതിനിടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഡിസ്ചാർജ് ആയി പോകണം, അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് പോരുന്ന സമയത്തൊക്കെ നമുക്കൊന്ന് ഇടണം എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 3 ഡ്രസ്സ് എടുത്ത് വെച്ചിരിക്കുന്ന. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഡ്രസ്സിന്റെ ആവശ്യമുണ്ട്. കാരണം സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും ആ കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഓൺ ഡ്രസ്സായിരുന്നു, നമ്മുടെ സ്വന്തം ഡ്രസ്സായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ദിവസം ഹോസ്പിറ്റലിലാണോ അത്രയും ദിവസം നമ്മൾ ഹോസ്പിറ്റലിന്റെ ഡ്രസ്സായിരിക്കും ഇടുന്നത്, ഹോസ്പിറ്റൽ ഗൗൺ ആയിരിക്കും. അതുകൊണ്ട് മദറിന് അധികം ഡ്രസ്സിന്റെ ആവശ്യമില്ല. എന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാലോ വിചാരിച്ചിട്ട് മാത്രം എടുത്തിരിക്കുന്ന ഡ്രസ്സുകളാണ് ഇത്. ഫീഡിങ് ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഫീഡിങ് ഫ്രോക്കുകൾ എപ്പോഴും ഇവിടത്തെക്കാളും ബെറ്റർ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും. എനിക്ക് അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. കാരണം ഇവിടുത്തെ ഡ്രസ്സുകൾക്ക് ഭയങ്കര വിലയുമാണ്. അത്രയും ഒരു ക്വാളിറ്റി നല്ലൊരു കോട്ടൺ ഒന്നും നമുക്ക് കിട്ടാനുമില്ല. അതുകൊണ്ട് ഇതാണ് 3 ഡ്രസ്സ് കേട്ടോ. 3 ഞാൻ എടുത്തിട്ടുള്ളൂ. പ്യുവർ കോട്ടന്റെ തന്നെയാ. ഇതില് ഡ്രസ്സിലെന്ന് പറഞ്ഞാല് നമുക്ക് ഇതിനകത്ത് ഫീഡിങ് ഓപ്ഷനും വരുന്നുണ്ട്. ഇതുണ്ടോ ഈ ഡ്രസ്സ്, ഇതിലാകുമ്പോൾ സിബ് ഉണ്ട്. നമുക്ക് ഇതിൽ സിബ് ഓപ്പൺ ചെയ്തിട്ട് ബേബിക്ക് ഫീഡ് ചെയ്യാനാണെങ്കിലും എളുപ്പമുള്ള ഡ്രസ്സുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനത്തെ 3 ഡ്രസ്സുകൾ. ഞാൻ ഡാർക്ക് കളർ എടുക്കാൻ കാരണം നമുക്ക് പെട്ടെന്ന് അഴുക്കായി പോകാനൊക്കെയുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഡാർക്ക് കളേഴ്സ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു വിട്ടതാണ് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാല് ജസ്റ്റ് ഒരു നൈറ്റി. അതിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഇച്ചിരി ലൂസ് ആയിട്ടുള്ള നല്ലൊരു നൈറ്റി. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ്, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ട്. ഇത് പിന്നെ ജസ്റ്റ് ഒരു ഉടുപ്പ് പോലെ നമുക്ക് കെട്ടാവുന്ന ഇതുപോലെ തന്നെ ഫീഡിങ് ഓപ്ഷൻ ഉള്ള ഉടുപ്പാണ് ഇത്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് ഒരു ചപ്പലാണ്. കാരണം ഇവിടെ ഡിസ്പോസിബിൾ ചപ്പൽ കിട്ടും, എന്നാലും നമ്മൾ വാഷ്റൂമിലൊക്കെ പോകുമ്പോഴത്തേക്കും ഡിസ്പോസിബിൾ ചപ്പൽ ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതിങ്ങനെ തുണി പോലത്തെ സാധനം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചപ്പൽ എടുത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് മെറ്റേണിറ്റി പാഡ്. അതെപ്പോഴും നാട്ടിലാണെങ്കിൽ എക്സൽ സൈസ് എന്ന് പറയും, ഇവിടെ ആണെങ്കിൽ നമുക്ക് മെറ്റേണിറ്റി പാഡ് എന്ന് തന്നെ കിട്ടും. നല്ലുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിത് പാക്കറ്റ് ഓപ്പൺ ചെയ്ത് ലൂസാക്കി വെച്ചിരിക്കുന്നത് കാരണം എളുപ്പത്തിൽ എടുത്തു കൊടുക്കാനുള്ള ഓപ്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുളിക്കാനായിട്ട് ജസ്റ്റ് ഒരു ടർക്കി. ബേബിക്ക് നമ്മൾ ടർക്കിയുടെ ആവശ്യമില്ല. കാരണം പൊക്കിൾക്കൊടി കൊഴിയുന്നത് വരെ നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാറില്ല. അതിന് പകരമാണ് നമ്മൾ ബേബി വാഷ് ക്ലോത്ത്സ് ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം ബേബി വൈപ്സ് വെച്ച് തുടച്ചതിന് ശേഷം ആ തുണി വെച്ചൊന്ന് തുടച്ചാൽ മതി. ഇത് മദറിന് വേണ്ടിയിട്ടുള്ള ടർക്കിയാണ്. പിന്നെ നമ്മുടെ ഇന്നർ വെയേഴ്സ് ആണ്. ഇന്നർ വെയേഴ്സും ഏത് ഡ്രസ് ആണെങ്കിലും ബേബിയുടെ ആണെങ്കിലും മദറിന്റെ ആണെങ്കിലും നമ്മൾ കഴുകി നല്ലപോലെ ഒന്നോടെ പിന്നെയും ഞാൻ പറയുന്ന ബേബിക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് കഴുകി വൃത്തിയാക്കി ഉണക്കി, പറ്റുവാണെങ്കിൽ സൺലൈറ്റിൽ ഇട്ട് ഉണക്കി തന്നു തേച്ച് മടക്കി വെക്കണം നമ്മള്. അപ്പം പിന്നെ നമ്മൾ റൈസർ ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫീഡിങ് സപ്പോർട്ടിങ് ബ്രാൻഡ് പറഞ്ഞോണ്ട് കിട്ടും. അതൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. നമ്മൾ ഇങ്ങനെ ഒരു കവറിനകത്ത് എടുത്ത് വെച്ച്. പിന്നെ വൈപ്സ് ആണ്. വൈപ്സ് നമ്മൾ സാധാ യൂസ് ചെയ്യുന്നത്. ബേബിക്ക് ആകുമ്പോൾ 100% വാട്ടർ വൈപ്സ് എന്നും പറഞ്ഞോണ്ട് വരും, 99%. അത് മദറിന് പിന്നെ ഇത് നമ്മൾ വൈപ്സ് എങ്ങനെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്രയും പ്രശ്നങ്ങൾ വരത്തില്ല. ഇത് പിന്നെ ഇന്നർ വെയേഴ്സിൽ തന്നെയുള്ള ഷിമ്മീസ് ഒക്കെയാണ്. ഇതിന്റെ ഒന്നും ആവശ്യം അത്രയും വരുന്നില്ല, എന്നാലും ഒന്നുകൂടെ ഒന്ന് എടുത്തു വെച്ചതേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ബോഡി ക്രീം നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണോ അത് തന്നെ എടുക്കാതായിരിക്കും ബെറ്റർ. പിന്നെ ഒരു സോപ്പ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇവിടെ അതെല്ലാം കിട്ടും ഹോസ്പിറ്റലിൽ കേട്ടോ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ എടുത്തതേ ഉള്ളൂ സോപ്പ്. പിന്നെ നമ്മൾ റെഗുലർ യൂസ് ചെയ്യുന്ന എന്താണോ ക്രീം അത്. പിന്നെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫേസ് വാഷ്. ഇത് മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ നല്ലത് ഉപയോഗിക്കുക, കാരണം നമ്മുടെ വയറിലൊക്കെ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും, കഴുത്തിലൊക്കെ. അതൊക്കെ മാറ്റി ഞാൻ എടുത്തിരിക്കുന്ന നമ്മുടെ ബാത്ത് ആൻഡ് ബോഡിയുടെയാണ്. നല്ലതാണ്, നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എല്ലാ പ്രൊഡക്ട്സും നല്ലതാണ്. ബാത്ത് ആൻഡ് ബോഡിക്ക് ലോഷനും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ബോഡി ജെല്ലുണ്ട്, വാഷ് ജെല്ലല്ല, ബാത്ത് ജെല്ലുണ്ട്, നല്ലതായിട്ട്. പിന്നെ ഹിമാലയയുടെ ഒരു ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്. ഇത് ക്രീം തന്നെ സ്വിസ്മേജിന്റെ ക്രീമാണ്. പിന്നെ പവർ ബാങ്ക്. ഇവിടെ പവർ ബാങ്ക് കറണ്ട് പോകത്തൊന്നുമില്ല,
എന്നാലും ജസ്റ്റ് ഇപ്പൊ നമ്മൾ പുറത്തേക്കൊക്കെ പോവുകയാണെന്തെങ്കിലും പ്രാവശ്യം ചാർജ് ഒക്കെ തീർന്നാൽ അതിനുവേണ്ടി എടുത്ത് വെച്ചാൽ. പിന്നെ ഒരു ചീപ്പ് നോർമലി എല്ലാവരും ക്യാരി ചെയ്യുന്ന സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ നമ്മുടെ ഹാൻഡ് ബാഗിലെങ്കിലും ഇട്ടാൽ മതി. പിന്നെ ഒരു USB കേബിൾ ചാർജ് ചെയ്യാനായിട്ട്. ഇത്രയും സാധനങ്ങളാണ് മദറിന്റെ ഉള്ളത്. പിന്നെ ഇപ്പൊ ദുബായിലുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മൾ പോകുന്ന സമയത്ത് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും മദറിന്റെയും ഫാദറിന്റെയും പാസ്പോർട്ട്, രണ്ടുപേർക്കും എമിറേറ്റ്സ് ID ഉണ്ടെങ്കിൽ എമിറേറ്റ്സ് ID ഇതെല്ലാം ക്യാരി ചെയ്തിട്ട് വേണം പോകാൻ. കാരണം ബേബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് വേണം. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇത്രയൊക്കെ തന്നെയാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നമ്മള് ഇത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് തയ്യാറാക്കിയതാണ്. ഇപ്പൊ ചിലപ്പോൾ ചില ഹോസ്പിറ്റലുകാർ അവർക്ക് ചെക്ക് ലിസ്റ്റ് കൊടുക്കും. ഈവൻ എന്റെ ഹോസ്പിറ്റലാണെങ്കിലും എനിക്കൊരു ചെക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതും അതേ പ്ലസ് എനിക്ക് നീഡഡ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ ചെക്ക് ലിസ്റ്റ് ലാസ്റ്റ് കൊടുക്കാം, ജസ്റ്റ് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ആവശ്യം ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അത് ഓരോരോ ഹോസ്പിറ്റല് അവരവരുടെ പേഷ്യൻസിന് കൊടുക്കുന്നത്. ഇത്രയും സാധനങ്ങളുണ്ട്. ഇനിയിപ്പോ എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്ത് എങ്ങനെയാണ് അത് ആ ഒരു കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കുന്നതെന്നും കൂടെ കാണിച്ചു തരാം. ഇതിന്റെ പുറമെ അച്ഛനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. മദർ മാത്രമല്ല, അച്ഛന് 2 ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കണം, അതിനുള്ള സാധനങ്ങള്. അപ്പൊ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് അടുക്കി ഇനി വെക്കുന്നതെന്നും കൂടെ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആക്കി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പെട്ടി ഒരു 2ആയിട്ട് അങ്ങ് തിരിക്കാം. ഇത്രയും ഭാഗം വെച്ച് ഇത് മദറിനുള്ള സാധനങ്ങൾ. ഞാൻ ടർക്കിയൊക്കെ ലാസ്റ്റ് വെക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇതൊക്കെ ഡെലിവറിക്ക് ശേഷം നമ്മൾ നടന്നതിന് ശേഷമൊക്കെ വെക്കേണ്ട സാധനം, എടുക്കേണ്ട സാധനം ആയതുകൊണ്ട് അതെല്ലാം ഞാൻ ലാസ്റ്റിലേക്കാണ് വെക്കുന്നേ. നമ്മുടെ ഷിമ്മീസ് ഒക്കെ അടുത്ത നമ്മുടെ ഇന്നർ വെയേഴ്സാണ് വെക്കണത്. സൈഡിൽ ചേർക്കാൻ വെച്ചാൽ മതി. പിന്നുള്ളത് നമ്മുടെ ഡ്രസ്സാണ്, മെറ്റേണിറ്റി ഡ്രസ്സ്. അത് ഇതിന്റെ മുകളിലേക്ക് അടുക്കി വെക്കാം. മൂന്ന് ഡ്രസ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, നല്ലപോലെ അലക്കി തേച്ച് തന്നെ വെക്കണം കേട്ടോ. പിന്നെ നമ്മുടെ മെറ്റേണിറ്റി പാഡാണ്. അത് ഞാൻ മുകളിൽ വെക്കുന്നത് എന്തായാലും അത് ആദ്യം ആവശ്യമുള്ള സാധനം ആയതുകൊണ്ടാണ് വെക്കുന്നത്. പിന്നെ നമ്മുടെ 2 സ്ലിപ്പറുണ്ട്. അത് ഈ സൈഡ് പുതിയ സ്ലിപ്പറാണ് കേട്ടോ, ഞാൻ അതാണ് തുണിയുടെ ഇടയ്ക്ക് വെക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, പറയാൻ വിട്ടുപോയതാണ്, സ്ലിപ്പർ പുതിയത് വാങ്ങിക്കുകയാണെങ്കിൽ ബെറ്റർ. കാരണം നമ്മളൊരു ഹോസ്പിറ്റൽ നല്ലൊരു കാര്യത്തിന് വേണ്ടി പോകുന്നതല്ലേ, അപ്പം നല്ല സാധാ സ്ലിപ്പർ വാങ്ങിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് 2 വൈറ്റ്സ് വെക്കുന്നുണ്ട്. ബേബിയുടെ സാധനങ്ങളാണ് വെക്കുന്നത്. അത്രയ്ക്ക് അത്യാവശ്യം ഇല്ലാത്ത സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ പെട്ടിക്കകത്തോട്ട് വെക്കുന്നത് കേട്ടോ. മുസ്ലിം ക്ലോത്ത്, മിറ്റൻസ്, ക്യാപ്സ് ഒക്കെ നമുക്ക് അത്യാവശ്യമുണ്ട്. സ്യൂട്ട് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ ബാഗിലേക്ക് പെട്ടെന്ന് കൊടുക്കാനുള്ള സാധനങ്ങൾ നമ്മൾ വേറെ ബാഗിലാണ് വെക്കുന്നത്. പിന്നെ അടുത്തത് ചെറിയ ഉടുപ്പുകൾ, കുഞ്ഞു ഉടുപ്പുകളൊക്കെ നമ്മൾ ഇതിൽ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വെള്ള തുണി, അത് നമ്മൾ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഉള്ള നമ്മുടെ സ്വാഡിൽസ് ആണ്. സ്വാഡിൽസില് ഒരെണ്ണം മാത്രം നമ്മള് എമർജൻസി ആയിട്ടുള്ള ബാഗിൽ വെച്ചാൽ മതി. ഉള്ളത് നമ്മൾ നമ്മുടെ കുഞ്ഞിന്റെ പാമ്പേഴ്സ്, കുഞ്ഞിന്റെ സ്വാഡിൽസ്, പിന്നെ നമ്മുടെ മിറ്റൻസും ബൂട്ടീസും ക്യാപ്പും ഒക്കെയാണ്. ഇത് മറ്റേ ചെറിയ ഉടുപ്പുകളുടെ ഒരു ചെറിയ പാക്കറ്റ്. കുറെ സാധനങ്ങളേ ഉള്ളൂ കുഞ്ഞിന്. പിന്നെ നമ്മുടെ ഡയപ്പർ റാഷനുള്ള ക്രീം, അതൊക്കെ ബാഗിൽ ഈ പെട്ടിയിൽ ഇട്ടാൽ മതി. കാരണം അതൊന്നും അത്യാവശ്യമുള്ള സാധനങ്ങളല്ല, ഇപ്പൊ പെട്ടെന്ന് കൊടുക്കേണ്ട സാധനങ്ങളൊന്നും അല്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ പെട്ടിയിൽ വെക്കേണ്ട സാധനങ്ങള്. പിന്നെ നമ്മള് റെസീവിങ് ബ്ലാങ്കറ്റ് ഒക്കെ വേണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ വെക്കാം, ഇല്ല മറ്റതിൽ വെക്കണമെങ്കിൽ മറ്റതിൽ വേണേലും വെക്കാം. പിന്നുള്ള നമ്മുടെ വാഷ് ക്ലോത്ത് ആണ് കേട്ടോ, അതും കൂടെ വെക്കണം. ഇപ്പൊ ഇത്രയാണ് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചേക്കണേ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെക്ക് ലിസ്റ്റ് പോലെ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പൊ അത് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നവർക്കും ഇനി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും
അതൊക്കെ നോക്കി ശരിയായിട്ട് നോക്കുക. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. എനിക്കും ഇന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുക. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. ശരി.